പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ അന്തോണീസിനെ പ്രതിഷ്ഠിക്കപ്പെട്ട ദിവസം. ഈ ദിവസം ഇന്ന് അച്ഛൻ ഉച്ചയ്ക്ക് നമ്മുടെ നെസ്റ്റ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോകുന്നുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് ഈ മദ്യപാനം, ലഹരി, ഇതിനൊക്കെ അടിമയായ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു 10 വർഷം മുമ്പ് ഇങ്ങനെ ഈ ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ പോകുമ്പോൾ സാധാരണ ഇതിൻ്റെയൊക്കെ ആവറേജ് പ്രായം എന്നുള്ളതൊരു 35-40 വയസ്സൊക്കെ ഉള്ളവരാണ് വരിക. പക്ഷെ ഇപ്പോൾ ശരിക്കും അതൊക്കെ ഭയങ്കരമായിട്ട് മാറി 18, 20, 14 ഒക്കെ വയസ്സുള്ളവർ വരെ നമ്മുടെ സെൻറ്ററുകളിൽ, ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ വരുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തിരുനാളുകൾ, അതുപോലെ തന്നെ പല കത്തോലിക്കരായിട്ടുള്ള പലരോടും ചോദിക്കുമ്പോൾ പലപ്പോഴും ആൻസർ ചെയ്യാനുള്ളത് തിരുനാളുകളും മറ്റു ആഘോഷങ്ങളിലൂടെയാണ് അവർ പതുക്കെ ഈ ശീലത്തിലേക്ക് അവരെ കുടുംബത്തിൽ നിന്ന് തന്നെ കൈപിടിച്ച് നടത്തുന്നു എന്നുള്ള വളരെ ദുഃഖകരമായൊരു വാർത്ത പലരിൽ നിന്നും. ഞാൻ ഈ അഡിക്ഷൻ സെൻ്ററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അവരായിട്ട് ഷെയറിങ് നടത്തുമ്പോൾ പലരും പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെ ആ ഒരു കൾച്ചർ പഠിക്കുന്നതെന്നുള്ള വളരെ വേദനാജനകമായ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മളത് വേണ്ട വിധത്തിൽ അത് ലഹരിയെ കൃത്യമായ കുടുംബങ്ങളിൽ നിന്ന് അകറ്റിയില്ലെങ്കിൽ നാളെ കരയാൻ കണ്ണീരുണ്ടാവില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജോബിൻ്റെ പുസ്തകം 8:20. അവിടെ വചനം പറയാണ്, നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും നമ്മളോട് തന്നെ പറയേണ്ടത്, നമ്മുടെ കാറ്റഗിസത്തിൽ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്, പക്ഷേ നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കില്ല. ഒരു പക്ഷെ ലോകം ഉപേക്ഷിക്കും. കാരണം ലോകത്തിന് നിഷ്കളങ്കതയല്ല, ലോകത്തിന് കാപ്പട്യമാണ് ആവശ്യം. നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല. ലോകം ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ അയ്യോ എന്ന് പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവനെ കൈപിടിച്ച് നടത്തുകയുമില്ല. പക്ഷേ ലോകം ഇങ്ങനെ കൊണ്ട് നടക്കണ നോക്കിയിട്ട് നമ്മൾ അതിൽ ആനന്ദിക്കേണ്ട സഹോദരങ്ങളുടെ ഭാഗ്യം. അവരെന്ത് രസമായിട്ട് പോകുന്നത്, നോ അതൊന്നും ശാശ്വതമല്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുകാലം മുതൽ നമ്മളോട് തന്നെ ഇത് പഠിപ്പിക്കണം. ഏത് നിഷ്കളങ്കനെ ദൈവം ഉപേക്ഷിക്കുകയില്ല. ഈ ഒരു ബോധ്യം നമുക്കില്ല എങ്കിൽ എന്തോ ഗുരുതരമായ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പ്, ഈ ഒരു ബോധ്യം ഇല്ലാത്തവൻ്റെ ജീവിതം അവൻ്റെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പ്. 1. 2, നമ്മളെ തന്നെ ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റണം. ഒരു റിട്രീറ്റ് സെൻറ്ററിലൊക്കെ പോയി റിട്രീറ്റൊക്കെ കൂടി ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരാത്തിടത്തോളം കാലം. കാരണം ദൈവവചനത്തിനെതിരായിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത്. ദൈവവചനത്തിനെതിരായിട്ട് നമുക്ക് എത്ര ബോധ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ബോധ്യം തെറ്റാണ് സഹോദരങ്ങളെ. തെറ്റായ രീതിയിൽ ഫോം ചെയ്യപ്പെട്ട ബോധ്യമാണ്. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവവചനം നൽകുന്ന ബോധ്യങ്ങളെ സ്വീകരിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദിവസം വലിയ കൃപയുടെ ദിവസമായിട്ട് മാറട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.